നയാ പൈസ കയ്യിലില്ല, ജനങ്ങളെ പറ്റിക്കുന്ന ബജറ്റ് വിമർശിച്ച് പ്രതിപക്ഷം. ബജറ്റിലുള്ളത് രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബജറ്റിന്റെ പവിത്രത മന്ത്രി കെ.എൻ. ബാലഗോപാൽ നഷ്ടപ്പെടുത്തി. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാക്കി ബജറ്റിനെ മന്ത്രി തരം താഴ്ത്തിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നടത്തി ബജറ്റിന്റെ നിലവാരം കെടുത്തി. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണിതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. നയാ പൈസ കയ്യിലില്ലാതെ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ബജറ്റാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലൈഫ് മിഷൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ 3% മാത്രമാണ് ചെലവാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശം. കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണിത്. റബ്ബർ കർഷകരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. കാർഷിക മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന കാലമായിട്ടും റബ്ബറിൻ്റെ താങ്ങുവിലയിൽ 10 രൂപയാണ് കൂട്ടിയത്. 3 വർഷം കൊണ്ട് റബ്ബറിന് കൂട്ടിയത് 10 രൂപ മാത്രമാണ്. LDF പ്രകടന പത്രികയിൽ 250 ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. വിശ്വാസ്യതയില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചത്. ക്ലീഷേയായ കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ധനസ്ഥിതി മറച്ചുവെച്ചു. മുൻപ് പ്രഖ്യാപിച്ച പാക്കേജുകളിൽ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. എന്നിട്ട് വീണ്ടും പണം വകയിരുത്തിയെന്ന് പ്രഖ്യാപിക്കുകയാണ്. നാട്ടുകാരെ പറ്റിക്കുന്നു. നികുതി നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ബജറ്റിന് പവിത്രതയില്ല. സർക്കാരിൻ്റെ കയ്യിൽ നയാ പൈസയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.